ഹലോ, നമ്മുടെ വൈറ്റ് റോസിലെ കുറേ പൂക്കളുണ്ടായിരുന്നു. എല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൊമ്പൊന്ന് വെട്ടി കൊടുക്കണം. എന്നാലാണ് ഇനി അടുത്ത ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിറച്ച് പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ കൊമ്പുകൾ പൂവുണ്ടായ എല്ലാ കൊമ്പുകളും വെട്ടി കൊടുക്കുകയാണ്. ഇത് നിറയെ കൊല കുത്തി പൂക്കളുണ്ടാവുന്ന റോസാണ് കേട്ടോ. ചെറിയ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഈ കാണുന്ന എല്ലാ കൊമ്പിലും നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് അടിയിൽ ചട്ടിയിൽ നിറച്ചും പുല്ലും പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം. അതിന് ശേഷം ഈ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാ കൊമ്പുകളും പൂക്കളുണ്ടായ എല്ലാ കൊമ്പുകളും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കൊമ്പിലൊക്കെ നിറച്ചും പൂക്കളുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം വെട്ടി കൊടുക്കുകയാണ്. അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു കൊമ്പിൽ ഇപ്പോഴും മുട്ടും പൂക്കൾ വിരിഞ്ഞിട്ടില്ല, മുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ കൊമ്പ് നമ്മൾ വെട്ടുന്നില്ല. അതുപോലെ തന്നെ മുട്ടുള്ള വേറെ കൊമ്പുകളും വെട്ടുന്നില്ല. ബാക്കിയെല്ലാം വെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ കണ്ടോ, നിറച്ച് പുല്ലുകളാണ്. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചട്ടിയുടെ ഉള്ളിലെ പുല്ലുകളൊന്നും പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നിറയെ പൂക്കളായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം എല്ലാ പുല്ലും ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഈ മണ്ണൊക്കെ നന്നായിട്ട് ഉറഞ്ഞു പോയി കേട്ടോ, ഉറഞ്ഞു കിടക്കുകയാണ്. അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. അത് എപ്പോഴും നമ്മുടെ ഈ മണ്ണ് എപ്പോഴും ഇളക്കി കൊടുക്കണം. ഓരോ പ്രാവശ്യം ഇതുപോലെ പൂക്കൾ ഉണ്ടായതിന് ശേഷം കൊമ്പുകൾ വെട്ടി കൊടുത്തതിന് ശേഷം മണ്ണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ കടയിലേക്ക് ചേർത്ത് മണ്ണിടുക. എന്നിട്ട് ഈ സൈഡുകൾ മൊത്തം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വേരൊന്ന് ഓടാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് സൈഡിലൊക്കെ വളം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത്യാവശ്യം നല്ല പൂക്കളുണ്ടാവും കേട്ടോ. ഉപയോഗിക്കുന്ന ഈ വളം ഉണ്ടല്ലോ എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറി തൈകൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഴ കൊള്ളാത്തൊരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് ഈ ചട്ടി. അതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തേട്ടോ.